ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ പഠനവും വ്യാഖ്യാനവും ധ്യാനവും മനനവും വ്യക്തിജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും കുടുംബജീവിതത്തിനും ഉന്മേഷവും ഉൾക്കാഴ്ചയും പ്രദാനം ചെയ്യുവാനിടയാകട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. 35-ാം സങ്കീർത്തനം 15 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, പൊരുതുന്നവരോട് പൊരുതണമേ എന്ന പ്രാർത്ഥനയോടെ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ യാചന കഴിക്കുന്ന ദാവീദ് വ്യക്തിഗതമായ അനുഭവത്തിൽ നിന്ന് ഒരു വിശാലമായ അനുഭവത്തിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഓരോ ഘട്ടം കഴിയും തോറും വിശാലതയുടെ പുതുമയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായി ഉണ്ടാകേണ്ട ഒരു കാര്യം, പരാതികളും പരിഭവങ്ങളും ഇല്ലാത്തവരാരുമില്ല. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഒരുപോലെ ആകണമെന്നുമില്ല. ചിലപ്പോൾ പ്രതികാര മനോഭാവത്തോടെ ചിന്തിച്ചിരിക്കാം, മുൻകോപത്തോടെ ചിലതിനെയൊക്കെ സമീപിച്ചിരിക്കാം, ദേഷ്യം വന്നെന്നിരിക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയിലൂടെ, ദൈവസന്നിധിയിൽ കഴിക്കുന്ന യാചനയിലൂടെ അതിൻ്റെ തീവ്രത കുറയ്ക്കുവാനും വ്യക്തിജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് വിശാലതയുടെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കണം. ആ ഒരു യാഥാർത്ഥ്യം സങ്കീർത്തന രചയിതാക്കൾ, ധ്യാന ഗുരുക്കന്മാരായ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡിൽ 35-ാം സങ്കീർത്തനം 16 മുതൽ 20 വരെയുള്ള വേദഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികളെ പോലെ അവർ എനിക്കെതിരെ പല്ലുകടിക്കുന്നു. യഹോവേ, നീ എത്ര കാലം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. കാരണം കൂടാതെ എന്നെ വെറുക്കുന്നവർ കണ്ണിമിക്കയുമരുതേ. അവർ സമാധാന വാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കൾക്കെതിരെ വ്യാജ കാര്യങ്ങൾ നിരൂപിക്കുന്നു. ഈ കഴിഞ്ഞ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആവർത്തിച്ചു വരുന്നുണ്ട്. ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണത്. പ്രാർത്ഥനകളെ മാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതല്ല. പുതിയ വാചക കസർത്തുകളിലൂടെ താൻ മിടുക്കനാണെന്ന് ഭാവിക്കുന്നതുമല്ല ദാവീദിൻ്റെ പ്രാർത്ഥനാ രീതി, അദ്ദേഹത്തിൻ്റെ രചന രീതി, ആഖ്യാന രീതി. നമ്മൾ തന്നെ ചിന്തിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ. പക്ഷേ ക്ഷമ കിട്ടാതെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് ധ്യാനാത്മകമല്ലാതെ, ഒരുക്കമില്ലാതെ പ്രവേശിക്കുകയാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ പഠിക്കുവാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആവർത്തിച്ചാവർത്തിച്ച് എഴുതിയും വായിച്ചും പഠിക്കുന്നത് പോലെ ദാവീദ് തൻ്റെ പ്രാർത്ഥനകളെ പലപ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞാനത് നേടിയെന്നുള്ളതല്ല, ഇനിയും എനിക്ക് നേടാൻ ഒത്തിരി ഉണ്ട്. ആ നേടുവാനുള്ള ആത്മീയ അനുഭവം കരഗതമാക്കണമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് അഭിമാനം കൊള്ളുന്ന വിദ്യാർത്ഥിയും, പണി അറിയാതെ തൊഴിലിനു വേണ്ടി പുറപ്പെടുന്ന ഉദ്യോഗാർത്ഥിയും
വിദ്യാഭ്യാസത്തിൻ്റെ മഹിമ അറിയാത്ത ബിരുദാനന്തര ബിരുദവും മറ്റും നേടിയവരുമൊക്കെ ഒരു നിമിഷം കൂടെ ചിന്തിക്കണം. ചിലപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിയണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കുവാനുള്ള ഒരു പാഠശാല നാം രൂപപ്പെടുത്തിയെടുക്കണം. ദാവീദ് ഈ പാഠശാലയായി കാണുന്നത് ദൈവസന്നിധിയാണ്. തൻ്റെ ഗുരുവായി, തൻ്റെ മാർഗനിർദ്ദേശകനായി, വെളിച്ചമായി, തൻ്റെ പാഥേയമായി ദാവീദ് ദൈവത്തെ കാണുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് തുടർന്ന് പറയുന്നു, ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികളെ പോലെ അവർ എനിക്കെതിരെ പല്ല് കടിക്കുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികൾ. ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികൾ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു പുതിയ പരിഭാഷയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആഘോഷങ്ങൾ ഒത്തിരിയുണ്ട്. ആഘോഷങ്ങളുടെ മറവിൽ ഘോഷങ്ങൾ മാത്രമായാൽ പ്രതിസന്ധിയാണ്. ആഘോഷങ്ങൾ മാത്രമായാൽ അത് നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധന്മാരും നിർമ്മലന്മാരും പലപ്പോഴും പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും സന്തോഷങ്ങളിലും ദൈവത്തിന് കടന്നു വരുവാനുള്ള ഒരു വഴിത്താര ഉണ്ടാകണം. ദൈവത്തിന് സന്തോഷിക്കുവാനുള്ള ഒരു അനുഭവം ഉണ്ടാകണം. സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, അന്ന് അവൻ അവരെ നോക്കി ചൊല്ലിച്ചിരിക്കുന്നു. ഈ ലാഫിംഗ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ലാഫിംഗ് ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികൾ, അതായത് അന്ധകാരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആധുനിക സമൂഹം അന്ധകാരത്തിലാണ്, വെളിച്ചമില്ലാത്ത അനുഭവത്തിലാണ്. വെളിച്ചമില്ലാത്ത ദീപവുമായി, എണ്ണയില്ലാത്ത ദീപവുമായി, സന്തോഷമെന്ന് പറയുന്ന തോഷവുമായി നമ്മൾ മുൻപോട്ട് പോയാൽ അതൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ദാവീദ് ആവർത്തിച്ച് പറയുകയാണ്, ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികളെപ്പോലെ അവർ എനിക്കെതിരെ പല്ലുകടിക്കുന്നു. എന്നുവെച്ചാൽ ദാവീദ് നേരിടേണ്ടി വരുന്ന വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരു രാജാവെന്ന രീതിയിലും അധികാരി എന്ന രീതിയിലും അദ്ദേഹം നേരിട്ട അനേകം വെല്ലുവിളികളുണ്ട്. ആട്ടിടയനായി നടന്നപ്പോൾ അദ്ദേഹം നേരിട്ട വെല്ലുവിളിയുണ്ട്. കുടുംബത്തിലെ ഇളയ മകനായി ജീവിച്ചപ്പോൾ ആരുടെയും ശ്രദ്ധയിൽ പതിയാതെ മിടുക്കനല്ല, മണ്ടനെന്ന് വിലയിരുത്തപ്പെട്ട ഒരു കാലമുണ്ട്. ഇശായി പോലും ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന് ശമൂവേൽ പ്രവാചകനോട് പറയാൻ മടിച്ച സമയമുണ്ട്. നിനക്ക് ഇത്ര മക്കൾ മാത്രമേ ഉള്ളോ ഇശായി എന്ന് ശമൂവേൽ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഒരുത്തനോടുണ്ട്, അവൻ ആടുമാടുകളെ മേയ്ക്കാൻ പോയവനാണ്, അവൻ പോയേക്കുവാണ്. എന്ന് വെച്ചാൽ അവന് മിടുക്കില്ല. എൻ്റെ ഇത്രയും മക്കൾക്ക് സാമർഥ്യമില്ലെങ്കിൽ, ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുക്കുവാനുള്ള യോഗ്യതയില്ലെങ്കിൽ, ആടുമാടുകളെ മേയ്ക്കാൻ പോയവന് എന്ത് യോഗ്യതയാണുള്ളത്? ആ ഒരു സാഹചര്യമുണ്ട്. അപ്പം ഈ ആഘോഷങ്ങളുടെ ചുറ്റുപാട് ദാവീദ് വീട്ടിൽ കണ്ടിട്ടുണ്ട്. മിടുക്കന്മാരായ സഹോദരങ്ങളുടെ ആഘോഷങ്ങൾ, മാതാപിതാക്കൾ അവരെ പുകഴ്ത്തുന്ന സന്തോഷങ്ങൾ, സൈന്യത്തിലും മറ്റും സേവനമനുഷ്ഠിച്ച് അവരുടെ വിജയങ്ങൾ ഘോഷിക്കുന്ന അനുഭവങ്ങൾ, അതെല്ലാം കണ്ടിട്ടുണ്ട്. ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ, സഹോദരങ്ങളുടെ മേന്മ പറയുമ്പോൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്നത് ഈ കൊച്ചു മകനായ ദാവീദായിരിക്കാം. നോക്ക്, നിന്റെ ജ്യേഷ്ഠന്മാർ എത്ര മിടുക്കന്മാരാണ്, എത്ര സമർത്ഥന്മാരാണ്. ഇന്ന് പ്രിയമുള്ളവരെ, ഈ ആഘോഷങ്ങളെന്ന് പറയുന്നത് അവനവൻ്റെ സന്തോഷം ഉയർത്തുന്നത് മാത്രമല്ല, ആഘോഷങ്ങളിലൂടെ ഒരു നന്ദി പ്രകടനമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതല്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആരെയൊക്കെയോ അടിച്ചു താക്കാനുണ്ട്. എൻ്റെ വിജയത്തിലൂടെ, എൻ്റെ വിജയാഘോഷങ്ങളിലൂടെ ആരെയൊക്കെയോ ഇല്ലായ്മ ചെയ്യാനും, ആരെയൊക്കെയോ നിന്ദിക്കാനും, ആരെയൊക്കെയോ ദുഷിക്കാനും വെമ്പുന്ന ഒരു മനസ്സിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നു പോകുന്നത്. അതുകൊണ്ട് ദാവീദ് ആ ഒരു തലത്തിലൂടെ പറയുന്നത്, ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികളെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു തലമുണ്ട്. വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട അനുഭവമുണ്ട്. വീണ്ടും ലോകത്തിൻ്റെ സന്തോഷം കണ്ട്, ലോകത്തിൻ്റെ ഉത്സവങ്ങൾ കണ്ട്
ഉത്സവ ആഘോഷങ്ങൾ കണ്ട് മനസ്സ് നൊമ്പരപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദം ദാവീദിലൂടെ നമുക്ക് കാണാം, ആ ഒരു സാക്ഷ്യത്തിലൂടെ കാണാം. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിൽ വേദനിക്കുന്നുണ്ട്. അത് രണ്ട് രീതിയിലാകാം. ഒന്ന്, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അസൂയ കൊണ്ടുള്ള പല്ലുകടിയാകാം. ദൈവമില്ലാത്ത പ്രവർത്തനങ്ങൾ കാണിക്കുമ്പോഴുള്ള ആത്മീകമായ നൊമ്പരമാകാം. മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചില വികാരങ്ങളുടെ പൊട്ടിപ്പുറപ്പെടലാകാം. എന്നാൽ ഇവിടെ നമ്മളിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദാവീദ് ഒരു സൈദ്ധാന്തികനായിട്ട് മാറുകയാണ്, ഒരേ സമയം മിസ്റ്റിക്കായി മാറുകയാണ്, ചിന്തകൾക്കപ്പുറമായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന് തോന്നുന്നു, എടാ അവരെൻ്റെ നേരെ പല്ല് കടിക്കുകയാണ്. അത് എങ്ങനെയാണ്? ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികളെ പോലെ അവരെൻ്റെ നേരെ പല്ല് കടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഉത്സവം ആചരിച്ചു, ആഘോഷങ്ങളൊക്കെ കൊണ്ടാടിക്കൂ. സന്തോഷങ്ങൾ, ജന്മദിനങ്ങൾ, വിവാഹ വാർഷികങ്ങൾ, ഓർമ്മകൾ, പെരുന്നാളുകൾ, ഇവയെല്ലാം കൊണ്ടാടിക്കൂ. പക്ഷേ നമ്മളുടെ പെരുന്നാൾ ആഘോഷങ്ങളും വാർഷിക ആഘോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളും മറ്റൊരുവൻ്റെ നേരെ പല്ല് കടിക്കുവാനോ പല്ല് കടിക്കുന്നുവെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രതികരിക്കുവാനോ മറ്റൊരുവനെ ഇല്ലായ്മ ചെയ്യുവാനോ ആണ് നമ്മൾ വിനിയോഗിക്കുന്നതെങ്കിൽ അത് പ്രതിസന്ധിയുടേതാണ്. ഒരുവൻ്റെ ഇല്ലായ്മയെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം എൻ്റെ ആഘോഷങ്ങൾ മാറ്റപ്പെടുന്നുവെങ്കിൽ ഞാനും നിങ്ങളും കോമാളികളായി മാറ്റപ്പെടുകയാണ്. ഒരു ചിന്തകൻ്റെ വാചകം ഇപ്രകാരമാണ്: ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവൻ്റെ മുൻപിൽ ഓരോ ദിവസവും നീ കഴിക്കുന്ന വിലയേറിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചികളെക്കുറിച്ച് പറഞ്ഞ് ഉത്സുകനാകരുത്. കയറിക്കിടക്കുവാൻ ഇടമില്ലാത്തവൻ്റെ മുൻപിൽ നിന്റെ ഭവനത്തിലെ മനോഹരങ്ങളായ അനുഭവങ്ങൾ സാക്ഷിച്ച് നീ മിടുക്കനാകരുത്. നിന്നേക്കാൾ ഉപരിയായി പ്രാർത്ഥിച്ചിട്ടും ദുരിതങ്ങളും നൊമ്പരങ്ങളും അനുഭവിക്കുന്നവൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാതിരുന്നിട്ടും ദൈവം കരുണ തോന്നി നിനക്കെല്ലാം തരുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ച് നന്മ ചെയ്തിട്ട് ദൈവം എനിക്കെല്ലാം തന്നുവെന്ന് നീ വീമ്പിളക്കരുത്. മക്കളില്ലാത്തവരുടെ മുൻപിൽ നിന്റെ മക്കളുടെ മാഹാത്മ്യം പറഞ്ഞ് നീ ശ്രേഷ്ഠനാകാൻ ശ്രമിക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ മാഹാത്മ്യം കാണിക്കുക എന്നുള്ളതല്ല. ആഘോഷങ്ങളുടെ മാഹാത്മ്യം പലപ്പോഴും മറ്റുള്ളവരെ കോമാളികളാക്കി മാറ്റുന്നതാണ്. നമ്മൾ തന്നെ ഓർത്തോണം, നമ്മളുടെ മിടുക്കും നമ്മളുടെ ആഘോഷങ്ങളുമൊക്കെ കാണിച്ച് നമ്മൾ കോമാളികളായി മാറ്റപ്പെടുകയല്ലേ. ഇന്ന് മൂന്നാം കിട സമൂഹങ്ങളിലെ പ്രവർത്തനങ്ങൾ പോലെ നമ്മൾ പോകുന്നിടത്തൊക്കെ തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് പലപ്പോഴും വിദേശങ്ങളിലും മറ്റും നമ്മളെ സ്വീകരിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. അവരുടെ ശാന്ത ജീവിതത്തിലേക്ക്, അവരുടെ സൗമ്യ ജീവിതത്തിലേക്ക് വലിയ ഘോഷങ്ങളോടെ കടന്നു കയറി സന്തോഷം കളയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. ശാന്തമായി ജീവിക്കുന്നവർ ശാന്തമായി ജീവിക്കട്ടെ പ്രിയമുള്ളവരെ. ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുന്ന ആഘോഷങ്ങൾ ഒത്തിരി നല്ലതാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവനൊരു പ്രതീക്ഷ, സന്തോഷമില്ലാത്തവനൊരു സന്തോഷം, ആരോഗ്യമില്ലാത്തവൻ ആരോഗ്യം, ഭക്ഷണമില്ലാത്തവൻ അന്നം, ബുദ്ധിയില്ലാത്തവന് ബുദ്ധി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവന് ക്രിയാത്മകമായി ചിന്തിക്കാനുള്ള അനുഭവം. ഇതൊക്കെയാണ് പ്രിയമുള്ളവർ യഥാർത്ഥ ആഘോഷം. അല്ലാത്ത ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കോമാളികളായി മറ്റുള്ള സമൂഹം വിലയിരുത്തും. നമ്മൾ കോമാളികളായി മാറുന്നു എന്ന് മാത്രമല്ല, ആരെയോ നോക്കി പല്ലിറുമുകയാണ്. ഇന്ന് രാഷ്ട്രീയത്തിലും ആത്മീയതയിലും സഭാഘോഷങ്ങളിലുമൊക്കെ നടക്കുന്നത് ഇതാണ്. പ്രസംഗങ്ങളിലൂടെ മറ്റുള്ളവനെ നൊമ്പരപ്പെടുത്തുന്നു. എഴുത്തുകളിലൂടെ ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് തറഞ്ഞു കയറുന്നു. ആധുനിക വാർത്താ മാധ്യമങ്ങളിലൂടെ ആരുടെയൊക്കെയോ സ്വകാര്യ ജീവിതത്തെ തകർത്ത് കളയുന്നു, കുടുംബജീവിതത്തെ ഇല്ലാതാക്കുന്നു.
നിങ്ങളും ഞാനുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, തകർത്തെറിയുമ്പോൾ സ്വയം കോമാളികളായി മാറി ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. എൻ്റെ ആഘോഷം എൻ്റെ ദൈവത്തിങ്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ എപ്പോഴും പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ആഘോഷവും ഉത്സവവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ദൂതന്മാർ കുഴലൂതും, കാഹളങ്ങൾ മുഴങ്ങും, അന്ന് മരിച്ചവർ ഉദ്ധാനം ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത, വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു വലിയ സന്തോഷമാണ് നടക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ നടത്തുന്ന എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുൻകുറിയായി നമ്മൾ നടത്തണം. ആഘോഷങ്ങളിൽ ഒരു കണക്കുമില്ലാതെ പണം പൊട്ടിക്കുന്നതും, ആഘോഷങ്ങളിൽ ഉറ്റിരുന്നുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ആഘോഷങ്ങളിലെ ദൈവമില്ലാത്ത കോമാളികളെ പോലെ അവർ എനിക്കെതിരെ പല്ല് കടിക്കുന്നു. ഒരേ സമയം ഭയമാണ്, ഒരു രാജാവിൻ്റെ നൊമ്പരമാണ്, ഒരു പ്രവാചകൻ്റെ വേദനയാണ്, അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിലെ കരടാണ്. ഇതെല്ലാം അവിടെ കിടക്കുകയാണ്. നമ്മൾ ആർക്ക് നേരെയാണ് പ്രിയമുള്ളവരെ പല്ല് കടിക്കുന്നത്? കോമാളികളുടെ പല്ല് കടിക്കൽ, ദുഃഖിതരുടെ പല്ല് കടിക്കൽ, അടിച്ചമർത്തപ്പെടുന്നവരുടെ, അധികാരത്തിലുള്ളവരോടുള്ള പല്ലുകടി, ഇതെല്ലാമുണ്ട്. അടിച്ചമർത്തുന്നവരോടൊരു പല്ലുകടിയുണ്ട്. അതവൻ്റെ നൊമ്പരത്തിൽ നിന്നുള്ളതാണ്. സ്വന്തം വേദന, കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും വേദന വരുമ്പോൾ അത് പല്ലുകടിച്ചമർത്തുന്നു, അടിച്ചമർത്തുന്നു. അത് ഒരു വികാരത്തിൻ്റെ ഒരു ഒതുക്കമാണ്. എന്നാൽ പ്രതികാരത്തോടെയുള്ള പല്ലുകടി എന്ന് പറയുന്നത് അത് സാത്താൻ്റെ സൃഷ്ടിയാണ്. ഒരുവന് സന്തോഷം തോന്നുമ്പോൾ ആ സന്തോഷത്തിനെതിരെ പ്രതികരിക്കുന്നത് ഒരു പല്ലുകടിയാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നു, യഹോവേ നീ എത്ര കാലം നോക്കിക്കൊണ്ടിരിക്കും? യഹോവേ നീ എത്ര കാലം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്ത് നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. യഹോവേ നീ എത്ര കാലം നോക്കിക്കൊണ്ടിരിക്കും? ഒരു ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്, ദൈവത്തോടുള്ളൊരു ചോദ്യമാണ്. ലോകത്തിലെ പ്രതിസന്ധി കാണുമ്പോൾ ഭക്തൻ ദൈവത്തോട് ചോദിക്കുകയാണ്. കാരണം ഭക്തന് പ്രതികാരം ചെയ്യാൻ പറ്റുന്നില്ല, ആരെ നിന്ദിക്കാനും ദുഷിക്കാനും പറ്റുന്നില്ല. അവന് മറുപടി നൽകുവാനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ദൈവമേ, ഇതെത്രത്തോളം നീ നോക്കിക്കൊണ്ടിരിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വാക്ക് കേൾക്കുമ്പോൾ നീ ഏത് ദുരിതാവസ്ഥയിലാണെങ്കിലും, മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും, രോഗത്തിൻ്റെ മൂർത്തിമത് ഭാവത്തിലാണെങ്കിലും, വേദനകളുടെ അനുഭവത്തിലാണെങ്കിലും, ആരെ ശപിച്ചിട്ടോ ദുഷിച്ചിട്ടോ കാര്യമില്ല. എതിരാളികൾ നിനക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോഴും, വേദനകളുടെ കാഠിന്യത്തിൽ അലയുമ്പോഴും നമ്മൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, യഹോവേ നീ എത്രത്തോളം ഇത് നോക്കിക്കൊണ്ടിരിക്കും? എത്ര കാലം ഇത് നോക്കിക്കൊണ്ടിരിക്കും? ഒരു ചോദ്യമാണ്. ദൈവം മറുപടി തരും. സങ്കീർത്തനക്കാരും ദൈവമേ അവരുടെ വശത്ത് നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. അവരെ നശിപ്പിക്കാനൊന്നും പറയുന്നില്ല, അവരിൽ നിന്ന് വിടുവിക്കണമേ എന്നേ പറയുന്നുള്ളൂ. ആദ്യം പറയുന്നു, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ എന്ന് പറഞ്ഞു തുടങ്ങിയ ദാവീദാണ് പറയുന്നത്, അവരുടെ വശത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിച്ചാൽ മതി. എതിർക്കുന്നവരൊക്കെ എതിർത്തോട്ടെ, ഞാൻ അവരോട് എതിർക്കാൻ പോയി എൻ്റെ ജീവിതത്തെ ഞാൻ കളയണ്ട, ഞാൻ ജീവിതത്തെ നശിപ്പിക്കണ്ട, നീ എനിക്കൊരു വിടുതൽ തരണം. ഒരു വിശ്വാസി എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതാ. ക്രിയാത്മകമായി ജീവിക്കാനുള്ളവൻ പ്രാർത്ഥിക്കേണ്ടതാ. പ്രതിസന്ധി കൂടുമ്പോൾ ദൈവമേ, എനിക്ക് മനുഷ്യനോട് ചോദിക്കാൻ പറ്റത്തില്ല, അപ്പനോടോ അമ്മയോടോ ചോദിക്കാൻ പറ്റത്തില്ല, അപ്പ അമ്മ എൻ്റെ ഈ പ്രയാസം എപ്പം മാറും? എന്നാൽ ദൈവത്തോട് ചോദിക്കാം, ദൈവമേ നീ ഇത് എത്ര കാലം നോക്കിക്കൊണ്ടിരിക്കും? നമ്മളെ നോക്കി ചിരിക്കുന്ന ദൈവം അതിനൊരു മറുപടി തരും. മോനെ, ഞാനൊരു കാലം വെച്ചിട്ടുണ്ട്, എത്ര കാലം ഇത് നോക്കിക്കൊണ്ടിരിക്കും നീ? ഞാനിത് കാണാതെ പോകുന്നില്ല, ഞാനിത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, വേദനകൾ അറിയുന്നുണ്ട്. നീ ഇപ്പോൾ ഒരു ട്രെയിനിങ് പീരീഡില്ല,
നിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടില്ല. നമ്മൾ പറയത്തില്ലയോ, ചില ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്നൊക്കെ ഇരിക്കും, ഒരുപാട് ഓടിച്ചെന്നിരിക്കും. അത് പട്ടാളത്തിലാണെങ്കിലും സിവിൽ സർവീസിലാണെങ്കിലും അങ്ങനെ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും ട്രെയിനിങ് പീരീഡ് ഭയങ്കരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത വേണം. ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശില്പി, അവൻ എത്രമാത്രം ശ്രദ്ധിച്ചാൽ തന്നെ ശില്പം പൂർത്തിയാക്കുന്നത്. ഒരു സിനിമയോ നാടകമോ ഒക്കെയാണെന്ന് വിചാരിച്ചു, റീടേക്കുകൾ എത്ര വരും? ഡയറക്ടർ അവിടെ നോക്കിയിരിക്കുക. ചിലപ്പോൾ എത്ര ചെയ്താലും അങ്ങോട്ട് ശരിയാകത്തില്ല. കാരണം മറ്റുള്ളവരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അതിലെ ആക്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, എല്ലാം ശരിയായി നമുക്ക് തോന്നും, അഭിനയിക്കുന്നവർ തോന്നും എല്ലാം റെഡിയായി. പക്ഷേ സംവിധായകന് തോന്നും ശരിയായിട്ടില്ല, ഒന്നുകൂടി ആകാം, ഒരു ടേക്ക് കൂടെ ആകാം. ചിലപ്പോൾ ഒരു കൊച്ചു കാര്യം പറയുക, ഒരു തവണയും കൂടി പറ, 4-5 തവണ പറഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഇറിറ്റേറ്റഡ് ആകും, ആക്ടേഴ്സ് ഇറിറ്റേറ്റഡ് ആകും. ഇത്രയും ചെയ്യിപ്പിക്കണോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് റീടേക്സ് എടുക്കേണ്ടി വരും. ആവർത്തന വിരസത നമുക്ക് തോന്നിന്നിരിക്കും. ഒരു കൊച്ചു വാക്ക് നമ്മളെ കൊണ്ട് ആവർത്തിച്ച് പറഞ്ഞെന്നിരിക്കും. സ്വർഗീയവാനായ ഹെവൻലി ഡയറക്ടർ നമ്മളെ നോക്കിയിരിക്കുക. അപ്പം അതിനുവേണ്ടി ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ ആക്രോശങ്ങളൊക്കെ കേൾക്കും. അഭിനയിക്കാൻ നിൽക്കുന്ന മെയിൻ ആക്ടർക്ക് നേരെ പറയും, അവർ കളിയാക്കിയെന്നിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ആക്രോശങ്ങൾ കേട്ട് നിരാശപ്പെടേണ്ടവരല്ല നിങ്ങളും ഞാനും. അതിൽ നൊമ്പരപ്പെടേണ്ടവരല്ല നമ്മൾ. നമുക്കതിൻ്റെ അപ്പുറമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യേണ്ടത് ചെയ്യുക, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുക. ദൈവം പറയും, മതി, ഇപ്പോൾ മകനെ ശരിയായി, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നിന്റെ പിതാവിൻ്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുക. പാട്ടുകാരൻ പാടിയതുകൊണ്ടാണ്. കാത്തുകാത്തേകനായി നിൻ വരവോർത്തു ഞാൻ, നാളെത്ര നീക്കിയൻ യേശുദേവാ. കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ. കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ. കാത്തുകാത്തേകനായി നിൻ വരവോർത്തു ഞാൻ, നാളെത്ര നീക്കിയൻ യേശുദേവാ. യഹോവേ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ദൈവം എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്. ഒരുപക്ഷെ സങ്കീർത്തനക്കാരൻ വേദനയോടെ പറയുന്നതാണെങ്കിലും നമുക്കൊരു കാര്യത്തിലൊരു വലിയ പ്രതീക്ഷയുണ്ട്. എൻ്റെ ദൈവം എന്നെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൻ്റെ മറവിലാണ് നിങ്ങളും ഞാനുമൊക്കെ ആയിരിക്കുന്നത്. ആ നോട്ടത്തിൻ്റെ അനുഭവത്തിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കുഞ്ഞോടുകയാണ്. കുഞ്ഞോടുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ചവിട്ടുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പനോ അമ്മയോ സൈഡിൽ കാണും. കൊച്ചു സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ അതിൻ്റെ അപ്പനും അമ്മയും സൈഡിലിരുന്ന് നോക്കുന്നുണ്ട്. സൈഡിൽ എവിടെയോ നിപ്പുണ്ട്, മറഞ്ഞിരിപ്പുണ്ട്. ആ നോട്ടത്തിൽ, ആ ഒരു കരുതലിൽ, ഒരു കാവലിൽ എല്ലാ സംരക്ഷണങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഒരു തേർഡ് പേഴ്സൺ അറിയണമെന്നില്ല. സൈക്കിൾ ചവിട്ടിപ്പോകുന്ന, വാഹനം ഓടിച്ചു പോകുന്ന ആ മകനെ നോക്കി ഒരാളുണ്ടെന്ന്. മറ്റുള്ളവർക്ക് തോന്നുന്നു, ഇവനെ ഒറ്റയ്ക്ക് ഈ വാഹനം ഓടിക്കാൻ വിട്ടോ, മറ്റാരുമില്ലേ? നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പ്രിയമുള്ളവരെ. ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാൻ തോന്നിപ്പോകും. അല്ല, നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഒരുവനുണ്ട്. ലോകം കാണണമെന്നില്ല. അതുകൊണ്ടാണ് തുടർന്നും പറയുന്നത്, ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കും. വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. കാരണം കൂടാതെ എന്നെ വെറുക്കുന്നവർ കണ്ണിമിക്കുകയും വരുതേ.
അവർ സമാധാന വാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കൾക്കെതിരെ വ്യാജ കാര്യങ്ങൾ നിരൂപിക്കുന്നു. പരാതികൾ മാറി എതിർപ്പിൻ്റെ ഒരു മഹാസഭയുണ്ട്, ഒറ്റപ്പെടുത്തലിൻ്റെ ഒരു മഹാസഭയുണ്ട്. ദാവീദ് ഉപയോഗിച്ചേക്കുന്നുണ്ടോ? ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. എതിർക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഒറ്റപ്പെടലിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, കോമാളികളെ പോലെ നിന്ദിക്കുന്നവരുടെ ഒരു സമൂഹമുണ്ട്. അതും ഒരു സഭാ സമൂഹം പോലെ തോന്നും. അതുകൊണ്ടായി ഞാൻ മഹാസഭയിൽ എന്ന് വെച്ചാൽ നിന്ദിക്കുന്നവരുടെയും ദുഷിക്കുന്നവരുടെയും ഒരു പ്രത്യേകമായ തലങ്ങളും ചുറ്റുവട്ടങ്ങളും ഉണ്ടെങ്കിലും അതിനപ്പുറമായൊരു മഹാസഭയുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം എപ്പോഴും അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവരെ. അപഹസിക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും കൂട്ടത്തെ മഹാസഭയായി നമ്മൾ കാണരുത്. അതല്ല പ്രധാനപ്പെട്ടത്. എൻ്റെ ആരാധനയുടെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു മഹാസഭയുണ്ട്. സാക്ഷ്യത്തിൻ്റെയും അനുഭവങ്ങളുടെയും മഹാസഭയിൽ ദൈവത്തെ കീർത്തിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഭൗതികതകളെ മഹാസഭകളായി കാണരുത്. ലോകത്തിലെ ഏകാന്തതകളെ, നിന്ദനങ്ങളെ, ദുഷികളെ, കോമാളിത്വത്തിൻ്റെ അനുഭവങ്ങളെ മഹാസഭകളായി കാണരുത്. അതൊക്കെ മഹാസഭയുടെ എത്രയോ ഹീനമായ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു തലമാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എൻ്റെ മഹാസഭ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ്. ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ മഹാസഭകളായി കാണുന്നത് സമ്പത്ത് കിട്ടുന്ന തലങ്ങളെയാണ്, ഭൗതിക അനുഭവങ്ങൾ കിട്ടുന്ന തലങ്ങളെയാണ്, സ്വസ്ഥതയുടെ തലങ്ങളെയാണ്, ആധിക്യത്തിൻ്റെ തലങ്ങളെയാണ്, ആസക്തികളുടെ മോഹങ്ങളുടെ തലങ്ങളെയാണ്. അതിനെയാണ് നമ്മൾ മഹാസഭകളായി കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മഹാസഭ അതല്ല. അത് സമൃദ്ധിയുടേതാകണമെന്നില്ല, ഔന്നത്യത്തിൻ്റേതാകണമെന്നില്ല, ലാളിത്യത്തിൻ്റേതാണ്. അതെ, ലാളിത്യത്തിൻ്റെ, വിശുദ്ധിയുടെ, നിർമ്മലതയുടെ മഹാസഭയിൽ ദൈവത്തെ കീർത്തിക്കുന്ന തലത്തിലേക്ക് ഉയരുവാൻ ഈ ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും മഹാസഭയുടെ തലങ്ങളിൽ നിന്ന് വെളിയിലാക്കി ദൈവത്തെ നോക്കി ജീവിക്കുവാൻ സാധിക്കണം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യാശ്വാസം വരെയും. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.